ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ അത് അന്ന് നമ്മൾ രാവിലെ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ആദ്യം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തടുപ്പത്തേക്ക് പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പൊക്കെ കത്തിക്കലുണ്ട്. ഇന്ന് ചോറ് ഗ്യാസുമോ വെക്കാൻ വിചാരിച്ച് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശമാവൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതുണ്ട്. അപ്പം ഇനി മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്താൽ എളുപ്പം വെന്തിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. മസാല ദോശ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറ് ഉണ്ടാക്കണമെന്നൊന്നുമില്ല, അത് കൊണ്ടുപോകും കുട്ടികൾ. പക്ഷേ ചിഞ്ചുമോൾക്ക് ചോറ് വേണം. അപ്പോൾ പിന്നെ ഇനി ഓളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം തന്നെ ചോറ് വെച്ചതില്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ. അങ്ങനെ മസാല ദോശയ്ക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചു. പിന്നെ അതിക്കുള്ള മസാലയൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ചിഞ്ചുവിന് ചോറിന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കൂട്ടാണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേന് പിന്നെ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയിട്ട് കൊടുത്തു. പിന്നെ അതവിടെ കടന്നിട്ട് വാവട്ടെ. പിന്നെ ഈ കിഴങ്ങുപ്പേരി ഞാൻ പുറത്തടുപ്പത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ടായിന് കേട്ടോ. കുക്കറൊക്കെ കുറച്ച് നേരമായി ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് പ്രഷറൊക്കെ കളഞ്ഞാണ്ട് അത് തുറന്ന് നോക്കിയപ്പോൾ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വേഗം മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് പുതിയതായിട്ട് വന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ല ഇന്ന് വരേണ്ട വീഡിയോ ഈ പാത്രമൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ഓരോ പെർമിഷൻ ഇല്ലാതെ പബ്ലിക് ആക്കാൻ പറ്റില്ല. അപ്പോൾ ആ വീഡിയോ നാളെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെടുത്ത വീഡിയോ ആണ്. എന്നാണെങ്കിൽ ഒരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് സ്റ്റോക്ക് റൂമിലേക്ക് പോകണം, സ്റ്റോക്ക് എണ്ണിയിട്ടില്ല, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടു ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ടു, പൊട്ടിച്ചെടുത്തു. പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടോ ഇല്ലേ അറിയില്ല, ഇട്ടിട്ടില്ല കേട്ടോ, ഇപ്പോഴാട്ടോ ഇട്ടത്. പിന്നെ സവാള കട്ട് ചെയ്തതിട്ട്, പിന്നെ അതേപോലെ ഉപ്പ് ഇട്ടാണ്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടതിന്. അങ്ങനെ അടച്ച് വെച്ചിട്ട് അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കിഴങ്ങ് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. കിഴങ്ങിങ്ങനെ കട്ട് ചെയ്താണ്ട് പുഴുങ്ങുമ്പം എളുപ്പം വേവും. ഇല്ലെങ്കിൽ വലിയ കിഴങ്ങൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം അങ്ങോട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഉടക്കുമ്പോൾ അങ്ങനെ ചെറിയ പീസുകൾ ഉടയാതെ ഉണ്ടാവും. അപ്പോൾ അതിലാറ് നല്ലത് ഇതേപോലെ കട്ട് ചെയ്താണ്ട് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവും ചെയ്യും. അപ്പോൾ അതൊക്കെ ഉടച്ചെടുത്തു. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കണം. മസാലപ്പൊടികൾ പ്രത്യേകിച്ചൊന്നുമില്ല, വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. അതേപോലെ കുറച്ച് ബീഫ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എന്തെങ്കിലും ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചിക്കൻ മസാല ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്തിക്കണത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവ് കൂടും, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി എരിവിന്. അപ്പം മുളക് പൊടി ഒക്കെ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കാം. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും മസാല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ചിലർ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറില്ല അല്ലേ. ഞാൻ തക്കാളിയൊക്കെ ചേർക്കലുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ കിഴങ്ങ് പുഴുങ്ങിയ ആ സമയത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ഒന്ന് പുഴുങ്ങി ഉടച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ല. ഇനി അങ്ങനെ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ ഈ ഒരു പാത്രം നല്ല പാത്രമാണ് കേട്ടോ. ഇതൊരു കോംബോ കിറ്റിൽ വന്നതാണ് കേട്ടോ. 3 പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിവ് അവേ വിന്നർക്ക് ഇതൊന്ന് ഒരു പാത്രമാണ് കേട്ടോ ഞാൻ അയച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഡസ് വാലിക്കാർ വീഡിയോ പബ്ലിക്കാക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പബ്ലിക്കാക്കാൻ നമുക്ക് അനുവാദം തരുള്ളൂ. അനുവാദം ഇല്ലാതെ നമുക്ക് പബ്ലിക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പാത്രമൊക്കെ അയച്ചു കൊടുക്കാം.
അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. നമുക്ക് പാത്രങ്ങൾ മാസം വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്നാലുള്ളൂ ഓരും നമ്മൾ പറയുന്ന പോലെ കേൾക്കും. നമുക്ക് പാത്രങ്ങളൊക്കെ എല്ലാ മാസം അയച്ചു തരുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാനേക്ക് പിന്നെ കിഴങ്ങ് ഉടച്ചതും കൂടെ ചേർത്ത് അങ്ങനെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇനിയിപ്പോൾ ചിഞ്ചുമോൾക്കുള്ള കൂട്ടാൻ പുറത്തടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവിടെ ഗ്യാസ് അടുപ്പ് ഒഴിവില്ല. അപ്പോൾ 3 അടുപ്പിലാണ് കുക്കിങ്. കരണ്ടടുപ്പ് കേടന്നിട്ട് ഞാൻ നന്നാക്കിയിട്ടില്ല കേട്ടോ, നന്നാക്കിച്ചിട്ടില്ല. അപ്പോൾ അത് നന്നാക്കുകയാണെങ്കിൽ പിന്നെ അടുപ്പത്തിക്കാനൊന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മസാല കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മസാല. അപ്പോൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി, ഉപ്പും എരിവൊക്കെ ഉണ്ട്. ഇനി ഇതാ ദോശക്കുള്ള മാവും നല്ലോണം നിറഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാല ദോശ അധികം കുട്ടികൾക്കും ഇഷ്ടമായിക്കാറല്ലേ. ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചോറൊന്നും വേണമെന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയി എനിക്ക് ചോറ് തന്നെ വേണ്ടേനി. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ടുപോയാലും എനിക്ക് വയറ് അറിയില്ലേനി. ഇപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അങ്ങനെയല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും ഓർക്ക് വയറൊക്കെ നിറയും. അതേപോലെ ചിഞ്ചുമൂക്ക് എൻ്റെ പോലെയാണ് കേട്ടോ, ഓൾക്ക് ചോറ് തന്നെ വേണം. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയൊക്കെ ചൂടായി, അതിക്ക് എണ്ണയൊക്കെ തടവി കൊടുത്ത് ദോശയൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെക്കും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മേലെയും ഇതേപോലെ കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം മുരിഞ്ഞ് വരും. നല്ല ടേസ്റ്റ് കഴിക്കാനും ദോശ കഴിക്കാൻ. അപ്പോൾ ഇനി നമ്മളത് ഫില്ലിങ് ഇതുപോലെ തേച്ച് കൊടുക്കാം നമുക്ക്. ഈ ദോശച്ചട്ടിയിലും അതേപോലെ തന്നെ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുടുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാനും കിട്ടും. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല. ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫസ്റ്റത്തെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ചിഞ്ചുമോളും ദോശ കഴിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആർക്കാണ് കൊടുക്കുക എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ അത് ഐഫക്കുട്ടീൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ ഒരു രണ്ടാളും ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു. പിന്നെ മസാല ദോശ ആകുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കണം, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറിയ പിന്നെ തണുത്താൽ പിന്നെ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ക്രിസ്പിനെസ് ഒക്കെ പോയി കഴിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ ദോശ ചുടുന്നവർക്ക് കൊടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഐഫക്കുട്ടി മദ്രസക്ക് പോയിട്ടില്ല കേട്ടോ. ഐഫക്കുട്ടിക്ക് ഇന്ന് കാലുവേദനയാണ്, എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ, ഞാനിന്ന് മദ്രസക്ക് പോകണില്ല പറഞ്ഞേനും. അപ്പോൾ ഞാൻ പറഞ്ഞു കാലുവേദനയാണെങ്കിൽ ഞാൻ കൊണ്ടാക്കിത്തരാം. ഞാൻ കൊണ്ടാക്കി കൊടുക്കൽ തന്നെയാണ്. ചിഞ്ചുവിനെ ബസ് കയറ്റാൻ പോകുമ്പോൾ ഓളെ മദ്രസയിലാക്കിയിട്ടാണ് ഞാൻ വരൽ കേട്ടോ. അപ്പോൾ ഇന്ന് പോക്ക് വയ്യ. ഓളപ്പച്ചി വിളിച്ചപ്പോൾ അപ്പച്ചിനോടും പറഞ്ഞാണ്. അപ്പോൾ അപ്പച്ചി പറഞ്ഞിട്ട് അന്ന് പോകണ്ട, അപ്പോൾ ഇന്ന് പോകില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കള്ളത്തരൊന്നും കാട്ടലില്ല. അത് എന്താ പറയുക, ഇന്നലെ ഒന്ന് വീണേനി. അപ്പോൾ കാലിൻ്റെ എന്താ പറയുക, ഈ മടമ്പിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു കല്ല് കുത്തീനി. അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കല്ലച്ചൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏതു. അപ്പോൾ ഏതുവിനൊരു വാദമെന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മദ്രസക്ക് പോകണില്ല. അപ്പോൾ ചിഞ്ചുവിനുള്ള ചോറ് ഞാൻ ചോറ് വന്നപ്പം വേഗം കൊട്ടക്കാലിൽ ചോറ് ഊറ്റിയാണ്ടായി ഇട്ട് കൊടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി ആയിട്ടുണ്ടായിനി, അതും വെച്ച് കൊടുത്തു. ഒരു മുട്ടയും പൊരിച്ചു കൊടുത്തു. അങ്ങനെ ഓൾക്കുള്ള ചോറ് സെറ്റാക്കി. പിന്നെ മഞ്ജുമോൾക്ക് ഇപ്പോൾ മസാല ദോശ മതി പറഞ്ഞിട്ടുണ്ട്. റിച്ചുവിനൊന്ന് മസാല ദോശ കൊണ്ടുപോകാൻ വേണം പറഞ്ഞിരിക്കണം. അപ്പോൾ ഓൾക്കുള്ളതാക്കി കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചായക്ക് കുടിക്കണം. അപ്പോൾ ഓളെ കൊണ്ടാക്കാൻ പോണ ഒരു കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അലക്കാനുള്ള തുണികൾ കൊടുത്തു കഴിഞ്ഞാൽ പുഴയിലിറങ്ങാം. അപ്പോൾ തുണികൾ അലക്കിയിട്ട് പോരാം. എന്നാൽ പിന്നെ മറ്റൊരെയും സ്കൂൾക്ക് പറഞ്ഞയച്ചാൽ പിന്നെ എനിക്ക് സ്റ്റോക്ക് റൂമിലേക്കും പോവാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഒരു പ്ലേറ്റിക്ക് 2 മസാല ദോശയൊക്കെ എടുത്തിക്കണ്. പിന്നെ മസാല ദോശയ്ക്ക് ഇന്ന് ചട്നിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഈ മീനുണ്ട്, മീൻ വറ്റിച്ചത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളും പറഞ്ഞ് ചട്നിയൊന്നും വേണമെന്നില്ല പറഞ്ഞ്. മസാല തന്നെ അത്യാവശ്യം ഞാൻ അതിൽ ഇട്ടിക്കണ്. അപ്പം ഓരങ്ങനെ തന്നെ കഴിക്കും, ചട്നിയൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം മീനൊക്കെ എടുത്തുകൊണ്ട് മീനിൻ്റെ ആ ഒരു കായൊക്കെ കുറച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ചായ ഇപ്പോൾ കുടിക്കലില്ല. അപ്പം ഇന്നത്തെ കുക്കിംഗ് ഇനി വൈകുന്നേരമുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇല്ല, കുട്ടികളൊക്കെ പോവല്ലേ. പിന്നെ ഇപ്പോൾ എനിക്ക് ഉച്ചക്ക് കഴിക്കാൻ മീനൊക്കെ ഉണ്ടായിരുന്നു. മീനും ഇന്നലെ വഴുതനങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിനി, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പിന്നെ വേഗം അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് ബക്കറ്റിലാക്കി. പിന്നെ ചിഞ്ചുവിനെ ബസ് കയറ്റാൻ പോയപ്പോൾ ഞാനും തുണികളൊക്കെ എടുത്ത്. പിന്നെ ഐഫക്കുട്ടി മദ്രസക്ക് പോയിട്ടില്ലല്ലോ, ഓളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഓൾക്ക് സ്കൂൾക്കൊക്കെ പോകാനാകുമ്പോഴത്തേന് വേഗം വരണം. ചിഞ്ചുമോളെ കൊണ്ടാക്കാൻ പോയപ്പോൾ ഡ്രസ്സ് മാറിയതാണ് കേട്ടോ. കിച്ചണിലാവുമ്പം നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോഴേ മുൻഭാഗമൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ഒരു ഗതികേടല്ലേ. അപ്പോൾ അങ്ങനെതാ ഞാനും ഐഫക്കുട്ടിയൊക്കെ പുഴയ്ക്ക് പോവുക കേട്ടോ.
പുഴ ഇപ്പം നിങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവില്ലേ. ഇടയ്ക്ക് ഞാൻ പുഴ വീഡിയോയിൽ കാണിക്കലുണ്ട്. അപ്പോൾ ഒന്നിതാ വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2 ദിവസം മഴയൊക്കെ ഉണ്ടായിന്. ഇപ്പം മഴയല്ല കേട്ടോ. അങ്ങോട്ടൊക്കെയാണ് ഈ കാലുവേദന ഉള്ള ആൾ കയറി നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ. ഇനി അവിടുന്ന് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഉസ്താൻ ഈ വീഡിയോ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ. അതൊന്നാമത് എന്താ അറിയോ, ആ നേരത്താണ് ബാബു ഫോൺ വിളിച്ചത്. അവൾ മദ്രസക്ക് പോണതിൻ്റെ മുന്നേ ആയിട്ട് വിളിക്കും. അപ്പം ഇപ്പച്ചിനോട് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പച്ചിക്കാണെങ്കിൽ ഒരു പാവമാണ്. അപ്പോൾ ഇപ്പച്ചി ഇന്ന് പോകണ്ടെന്ന് അപ്പച്ചിൻ്റെ കുട്ടി എന്നൊക്കെ പറയും. ഇപ്പച്ചിക്ക് ഇത് കാണണമെന്നില്ലല്ലോ, കാലുവേദന അഭിനയമാണെന്നൊന്നും ഇപ്പോൾ ഉള്ളത് അറിയില്ലല്ലോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കല്ലപ്പ് ഉണ്ടായിന് കേട്ടോ അവിടെ. പക്ഷെ ആ വേദനയൊക്കെ മാറിയിരിക്കണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു വേദന ഉണ്ടായത് ഇക്കാരമാണെങ്കിൽ എന്തായാലും കള്ളത്തരം തന്നെയാണ്. അല്ലെങ്കിൽ പുഴയ്ക്ക് വരാനും ചാടാനൊന്നും വെക്കൂല. അപ്പോൾ ഇതാ എന്തായാലും ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട്. പുഴയിൽ കണ്ടോ ഇഷ്ടം പോലെ കല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുവിധ ആൾക്കാരിപ്പോൾ അലക്കി പോയിട്ടുണ്ടാവും നല്ല പോയേക്കൂട്ടോ. എന്താ രാവിലെ ഒരു സെറ്റ് ആൾക്കാരുണ്ട്. രാവിലെ കുട്ടികളെ മദ്രസക്കൊക്കെ പറഞ്ഞയക്കാനാവുമ്പോഴത്തേന് വേഗം അലക്കി പോണൊരു 7:30 ബെല്ലടിക്കണ കുട്ടികളുണ്ടാവുമല്ലോ മദ്രസയിൽ. അപ്പോൾ 7:15 ആകുമ്പോഴത്തേന് വേഗം അലക്കി കുളിച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നേരത്തെ വരും, 6 മണിക്കൊക്കെ വരും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തുകൊണ്ടൊക്കെയാണ് വരിക. എന്നാൽ പിന്നെ പേടില്ലല്ലോ, ഒറ്റക്കാവില്ലല്ലോ. ഞാനും ആദ്യമൊക്കെ ആ ഒരു ടൈമിൽ തന്നെ കേട്ടോ വന്നിരുന്നത്. ഞാൻ എന്താ പുഴയിൽ വന്ന് അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മക്കളെ മദ്രസ പറഞ്ഞാക്കലും ചായയും കടി ഉണ്ടാക്കലൊക്കെ. ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചിഞ്ചുമോക്ക് 7:30 ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 7:40 ബസ്സിനാണ് ഓള് പോവുക. അപ്പോൾ ഓൾക്ക് ബസ് കിട്ടൂല, അല്ലെങ്കിൽ പിന്നെ ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോരും. എന്തായാലും വെള്ളം കണ്ടില്ല നിങ്ങൾ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. എത്ര അലക്കാണ്ടെങ്കിലും എളുപ്പം അലക്കണ പരിപാടി തീരും ചെയ്യും. നല്ല ഐസും കട്ടോലുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെ എൻ്റെ റിച്ചുമോൻ്റെ ഡ്രസ്സൊക്കെ അലക്കണമെങ്കിൽ പുഴയ്ക്കൊക്കെ വരും വേണം. പിന്നെ ഓന് ഈ പന്ത് കളിച്ചാൽ ചിലപ്പോൾ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ കടന്ന് ഉരുളലാണ് തോന്നുന്നുണ്ട്. നിക്കറിലൊക്കെ നല്ലോണം ചളി ഉണ്ടാവും കേട്ടോ, നിക്കറിലും ബനിയനിലും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അലക്കാനും സുഖമാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എളുപ്പം കഴിയും പുഴയിൽ വന്നാൽ എൻ്റെ അലക്കലെന്നുള്ളത്. അങ്ങനെ വേഗം അലക്കിയതൊക്കെ വേഗം ഒലുമ്പി ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ നോക്കട്ടെ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല സ്റ്റോക്ക് റൂമിലേക്ക് പോകണമെന്ന്. സ്റ്റോക്ക് എണ്ണാനും സ്റ്റോക്ക് രജിസ്റ്റർ എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 16-ാം തീയതി 17-ാം തീയതി ആകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കണതാണ്. ഇപ്പോൾ പ്രാവശ്യം ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കും പിന്നെ വൈകുന്നേരമായ വീട്ടിൽ പോകലൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒന്നിനും ഒരു ഓർഡർ ഇല്ലാതെയാണ് പോണത്. മറ്റൊരു ടൈമിലേക്കുള്ളൊക്കെ ഉണ്ടെന്ന് എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്താണോ വിചാരിക്കണത് അപ്പോൾ അത് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.